ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ചാപ്റ്ററാണ് നമ്മളിപ്പോ പഠിക്കുന്നത്? LCMന്റെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സിന്റെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക് ആണ് LCMഉം HCFഉം. അതുകൊണ്ടാണ് LCM നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ LCM HCFല് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? എന്താണ് LCM, എങ്ങനെയാണ് LCM എടുക്കേണ്ടത്, എങ്ങനെയാണ് എന്താണ് LCM വ്യത്യസ്ത നമ്പറുകളുടെ കണ്ടുപിടിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ LCM ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയുന്ന ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനുമുള്ള സമയത്ത് ഛേദം, അതായത് ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ മാത്രമേ നമുക്കത് സബ്സ്ട്രാക്ട് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ആ സാഹചര്യത്തിൽ ഛേദത്തിനെ തുല്യമാക്കാൻ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ തുല്യമാക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ടും ഈ പറഞ്ഞ LCM നമ്മൾ ഉപയോഗിക്കുന്നത്. HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഉത്തമ സാധാരണ ഗുണിതം. ആ നമ്പറുകൾ, ഏത് നമ്പറുകൾ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ നമ്പറുകളുടെ ഏറ്റവും വലിയ ഫാക്ടർ, ഘടകം ആണ് എന്ത്? HCF എന്ന് പറയുന്നത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത് ലസാഗു, ലഘുത്തമ സാധാരണ ഗുണിതം. അത് ഇതിന്റെ രണ്ടിനെയും കോമൺ ആയിട്ട് 2, 3, 4 whatever എത്ര നമ്പർ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ നമ്പറുകളുടെ ഒക്കെയും കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ ഗുണിതമാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഉത്തമ സാധാരണ ഗുണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2, 3 നമ്പറുകളുടെ ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏറ്റവും വലുതും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഗുണിതവുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് മാത്രമല്ല നമ്മൾ പറഞ്ഞത്, പിന്നെ എങ്ങനെ LCM കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. 2 മെത്തേഡ് ആണുള്ളത്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും പിന്നെ ഡിവിഷൻ മെത്തേഡും. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഞാൻ ഇങ്ങനെ വരച്ചൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ വരച്ച് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് അവസാനം ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസേഷൻ കിട്ടും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട്, 2 നമ്പറുകളിലും കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് LCM കിട്ടുന്നത്. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ LCMന്റെ ഒരു കഥ പറഞ്ഞു. പിന്നെ ഇനി അടുത്തത് എന്തായിരുന്നു? ഡിവിഷൻ മെത്തേഡ് ആയിരുന്നു പറഞ്ഞത്. ഡിവിഷൻ മെത്തേഡും നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലെ? തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കൂടി ഇങ്ങനെ എഴുതണം. തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കൂടി ഇങ്ങനെ എഴുതി, എന്നിട്ട് അതിൽ ഏത് നമ്പർ ആണോ പോകുന്നത്, 2 ആണ് നമ്മൾ ആദ്യം എടുത്തത്. 2 എടുത്തത് എന്തുകൊണ്ടാണ്? കൂടുതലും 36ലും 56ലും 108ലും കോമൺ ആയിട്ട് പോകുന്ന സാധനമാണ് 2. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന നമ്പറുകളെ ഡിവൈഡ് ചെയ്തു, ചെയ്യാത്തതിനെ അങ്ങനെ തന്നെ എഴുതി. വീണ്ടും അടുത്ത 2 കൊണ്ട് ചെയ്തു. പിന്നെ നമുക്ക് 3 ആണ് കൂടുതൽ വരുന്നത്, പിന്നെ നമുക്ക് 7 ആണ് വരുന്നത്. അങ്ങനെ ഇവിടെയുള്ളതിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളെ മാത്രം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ LCM വീണ്ടും കിട്ടി. ആണല്ലോ? ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ LCM പഠിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ സൈഡിൽ വരുന്ന എല്ലാ സംഖ്യകളും എടുക്കണം. ഈ സൈഡിൽ ഡിവൈഡ് ചെയ്ത് വന്നിട്ടുള്ള ഈ 2, 5, 9, 3 എന്നുള്ളത് ഇവിടെ ഓൾറെഡി 3 അല്ലേ? അതിങ്ങോട്ട് ഇറക്കിയിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 ഇവിടെ എടുക്കാതിരുന്നത്. ഈ 2, 5, 9 എന്നുള്ള സംഖ്യകൾ മാത്രം നമ്മൾ എടുത്തു. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാതും ക്ലിയർ ആയി എന്ന് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വീഡിയോ കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ എന്ന്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടാകും, നോട്ട്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോ നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണ് പഠിക്കാൻ പോണത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. എന്താ കണ്ടുപിടിക്കാൻ പോണത്? HCF, ഉത്തമ സാധാരണ ഗുണിതം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഉത്തമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാനും നമുക്ക് അതേ 2 മെത്തേഡ് ആണ് ഉള്ളത്. പ്രൈം ഫാക്ടറൈസേഷൻ. ഈ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ തന്നെ ഒന്നിലധികം സംഖ്യകളുടെ
ഗുണിതങ്ങളായിട്ട് എഴുതുന്നതിനെയാണ് ഈ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഡിവിഷൻ മെത്തേഡ് അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ രണ്ട് മെത്തേഡ് തന്നെയാണ് നമ്മൾ LCM-ലും പഠിച്ചത് അല്ലെ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കാൻ പഠിച്ച അതേ മെത്തേഡാണ് ഇവിടെയും. പക്ഷേ ഒരേപോലെ അല്ല ഇതിന്റെ ഒരു മെത്തേഡ് വരുന്നത്, അല്ലെങ്കിൽ ഒരേപോലെ അല്ല ഇതിന്റെ ഓപ്പറേഷൻ വരുന്നത്. കാരണം അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഇത് ഹയസ്റ്റ് കോമൺ ഫാക്ടറും ആണല്ലോ. അതുകൊണ്ട് ചെയ്യുന്ന രീതിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. മെത്തേഡിന്റെ പേരൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന രീതിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും പറയുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാലോ. ഇത് വീണ്ടും ഇതിന്റെ രണ്ട് സ്റ്റെപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അഗെയിൻ ഓരോ നമ്പറിന്റെയും ഓരോ നമ്പറുകളെയും നമ്മുടെ തന്നിട്ടുള്ള എത്ര നമ്പറുകളുടെയാണോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്നൊരു ഒരു സൂചന തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ പോണെന്നുള്ളൊരു സംശയമായിരിക്കും. അപ്പൊ ഞാൻ രണ്ട് നമ്പർ എടുത്തു എന്ന് വിചാരിക്കുക, 6ഉം 12ഉം. ഈ 6, 12 എന്നുള്ള ഈ സംഖ്യകളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ, അതാണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാറ്റില് വേറെ യാതൊരുവിധ മെസ്സേജസും വേണ്ട, നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ട. ഓക്കെ, ആരും തമ്മിൽ സംസാരിക്കണ്ട. നിങ്ങൾക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുക. ഓക്കെ, ചാറ്റിൽ ആരും സംസാരിക്കേണ്ട. എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടെന്ന് പറയുന്നത്? ഒരാൾ സംസാരിച്ചു തുടങ്ങിയാൽ ബാക്കി എല്ലാവർക്കും അത് നോക്കിയിരിക്കാനായിട്ട് ഒരു ടെൻഡൻസി വരും. കാരണം ഇതാണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന കാര്യത്തിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ആ മെസ്സേജ് ഒക്കെ നോക്കിയിരിക്കാൻ. അതുകൊണ്ടാണ് അവിടേക്ക് പോകണ്ടെന്ന് പറയുന്നത്. ചാറ്റിൽ ആരും വേറൊരു കാര്യവും സംസാരിക്കണ്ട. എന്താണ് ചോദ്യം? 6, 12 ഇതിന്റെ രണ്ടിന്റെയും എന്താണ് കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. 6ലും 12ലും കോമൺ ആയിട്ട് വരുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ആലോചിക്കുക. ഇനി ഇതിൽ തന്നെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ആലോചിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 6ലും 12ലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ആലോചിക്കുക. എന്നിട്ട് ആ സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ആലോചിക്കുക. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറെ പേര് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് 6 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 6ലും 12ലും 6നെയും 12നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ ഏതാണ്? അതാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അതാണ്. തന്നിട്ടുള്ള സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കാരണം 2ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ 2 ഒരു ഓപ്ഷൻ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 ഒരു ഓപ്ഷൻ ആണ്. 4 കൊണ്ടോ? 4 കൊണ്ട് 6നെ ചെയ്യാൻ പറ്റില്ല, 12നെ ചെയ്യാം, പക്ഷെ നമുക്ക് രണ്ടും വേണമല്ലോ, അപ്പൊ 4 പറ്റില്ല. 5 കൊണ്ട് 2നെയും ചെയ്യാൻ പറ്റില്ല. 6 നോക്കി നോക്കിയേ, 6 കൊണ്ട് 6നെയും ഡിവൈഡ് ചെയ്യാം, 12നെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഘടകം എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളിൽ ഏറ്റവും വലുത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തന്നിട്ടുള്ള സംഖ്യകളെ, എല്ലാ സംഖ്യകളെയും, ഇപ്പൊ 2 എണ്ണം ഇവിടെ ഉള്ളൂ, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, എല്ലാ സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ നോക്കൂ, 2 ഒരു ഓപ്ഷൻ ആണ്, 3 ഒരു ഓപ്ഷൻ ആണ്, 6 ഒരു ഓപ്ഷൻ ആണ്. ഈ 3 സംഖ്യകളാണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, 6നെയും 12നെയും. ഇതിൽ ഏറ്റവും വലുത് സംഖ്യ ആരാ? 6. അപ്പൊ നമ്മുടെ HCF എന്ന് പറയുന്നത് 6 ആണ്. മനസ്സിലായോ? ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ അങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് HCF കണ്ടുപിടിക്കേണ്ടത്. ഞാനൊരു ഉദാഹരണം കൂടെ തരാം. 8ഉം
8ഉം പിന്നെ ഏത് നമ്പറാണ് നമുക്ക് വേണ്ടത്? 8ഉം 18ഉം. 8ഉം 18ഉം എടുക്കുകയാണെങ്കിൽ ഇതിനെ 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകൾ നിങ്ങൾക്കറിയാം? 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ട്? 6 കറക്റ്റ് ആൻസർ. യെസ്. 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകളെ നിങ്ങൾക്ക് അറിയാം? എത്ര സംഖ്യകളുണ്ട്? 8ഉം 18ഉം രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര സംഖ്യകൾ അറിയാം? ഒരു സംഖ്യ അറിയൂലേ 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ ശേഷം ഒന്നും വരാണ്ട്, ശിഷ്ടം ഒന്നും വരാണ്ട് കറക്റ്റ് ആയിട്ട് 0 ശിഷ്ടം വരണം. അതാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഒറ്റ നമ്പറും ഇല്ലേ 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഏതാ ഉള്ളത്? എന്താ ആരും ഒന്നും പറയാത്തെ? ആരും പറയണില്ലല്ലോ. വേഗം ആലോചിക്കേ. ഓക്കെ, കുറെ പേര് 2ഉം 9ഉം ഇത് ഞാൻ ചോദിക്കുന്നത് രണ്ട് നമ്പറുകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യേനെയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വേറെ സംഖ്യ എന്നല്ല. രണ്ട് സംഖ്യകളെയും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിക്കുന്നത് 8നെ ഇതുകൊണ്ട് ചെയ്യാം, 18നെ ഇതുകൊണ്ട് ചെയ്യാം. നോ, 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ സംഖ്യ. കോമൺ എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് നമ്പറുകൾ തരണതെന്ന്? ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് 8നെ ഒരു നമ്പർ കൊണ്ടും 18നെ വേറെ നമ്പർ കൊണ്ടും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നോ 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 നോ. ശ്രദ്ധിക്കുക, 8നെയും 18നെയും കോമൺ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനെയും ഒരേപോലെ ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ. എങ്ങനെയാണ് 2ഉം 9ഉം വരുന്നത്? 2 ഓക്കെ, നോക്കിയേ, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. 4. അപ്പൊ 2 എന്ന് പറയുന്നത് 8ന്റെ ഒരു ഫാക്ടർ ആണ്. അതായത് 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം. അപ്പൊ 2 എന്ന് പറയുന്നത് 8ന്റെ ഒരു ഫാക്ടർ ആണ്. 18നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നോക്കിയേ 2 × 9 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 2 വീണ്ടും 18ന്റെ ഒരു ഫാക്ടർ ആണ്. എങ്ങനെയാണ് നിങ്ങൾ 9 ഒരു ഫാക്ടർ ആണെന്ന് പറയുന്നത്? 8നെ നമുക്ക് എങ്ങനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ഒരു നമ്പർ കിട്ടുമോ? കറക്റ്റ് ഒരു ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല, അതൊരു ഡെസിമൽ അല്ലേ? 8നേക്കാൾ വലിയൊരു സംഖ്യ അല്ലേ 9? അപ്പൊ എങ്ങനെയാ 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ എങ്ങനെയാണ് 9 എന്ന് പറയുന്നത് 8ന്റെ ഒരു ഫാക്ടർ ആകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുന്നത് 8നെ 2 കൊണ്ട് ചെയ്യാം, 18നെ 9 കൊണ്ട് ചെയ്യാം. നോ, രണ്ട് സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സംഖ്യ, ഒരൊറ്റ കോമൺ ആയിട്ടുള്ള സംഖ്യയാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടൊരു ഓപ്ഷൻ ആണ്. 2 എന്ന് പറയുന്നത് രണ്ട് നമ്പറുകളുടെയും ഫാക്ടർ ആണ്. ഇനി 3, 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും 3 കൊണ്ട്, 6 എന്ന് ഉത്തരം കിട്ടും. പക്ഷെ 8നെ പറ്റുമോ? ഇല്ല. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് വരും. അതായത് 8 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ് വരിക. 2/3 എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഫ്രാക്ഷൻ വരും. അത് പറ്റില്ല. 4 ഞാൻ നോക്കി 8നെ 4 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാം, കറക്റ്റ് വാല്യൂ കിട്ടും, 2 എന്നുള്ള ഉത്തരം കിട്ടും. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 18 4ന്റെ ഒരു ഗുണിതമാണോ? അല്ല. 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വീണ്ടും 2 പോയിന്റ് സംതിങ് എന്നുള്ള വരും. അപ്പൊ ഡെസിമൽ വന്നു. നോ. 5 രണ്ടിനെയും പറ്റില്ല. 6 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 6 കൊണ്ട്. 8നെ ഡിവൈഡ് ചെയ്താൽ അഗെയിൻ പോയിന്റ് വരും. 18നെ ചെയ്യാം. ഇനി നമുക്ക് 7 എന്ന് പറയുന്നതിനെ 2 കൊണ്ട് പറ്റില്ല. 8 കൊണ്ട് 8നെ ഡിവൈഡ് ചെയ്യാം, പക്ഷെ 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ നിങ്ങൾ ആലോചിക്കണ്ട. കാരണം 8 ആണ് അവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 8ന്റെ ഉള്ളിലായിരിക്കണം, എന്നാലാണ് അതിനൊരു ഓപ്ഷൻ എങ്കിലും ഉള്ളൂ. 8ന്റെ മുകളിലേക്കുള്ള ഒരു സംഖ്യ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. മനസ്സിലായോ? അപ്പൊ 8 വരെ ആലോചിച്ചാൽ മതി. ഇപ്പൊ 8 വരെ ആലോചിച്ചതില് ആകെ ഒരൊറ്റ
ഒരൊറ്റ സംഖ്യ മാത്രമേ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ ആ ഒരൊറ്റ സംഖ്യയാണ് അവിടുത്തെ HCF. കാരണം എന്താ? വേറെ വലിയ സംഖ്യ ഇല്ലല്ലോ. വേറെ വലിയ സംഖ്യ ഇല്ലല്ലോ. അപ്പൊ പിന്നെ 8 മാത്രമാണ്, 2 മാത്രമാണ് അവിടുത്തെ ഉത്തരം. 3 എങ്ങനെയാ വരുന്നേ? 3 വരുന്നില്ല. നിങ്ങൾ എല്ലാ സംഖ്യകളും എടുത്ത് നോക്കിയാലും 2 മാത്രമാണ് 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ. ഓക്കെ, 8നെയും 18നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 2 മാത്രമാണ്. അപ്പൊ ഈ 2 9 എഴുതിയ ആൾക്കാർക്ക് ഇതിന്റെ കാര്യം മനസ്സിലായോ? 9 എന്ന് പറയുന്നത് നിങ്ങൾ 18ന് വേണ്ടി എഴുതുന്നതാ. അപ്പൊ നമുക്ക് വേണ്ടത് ഒരൊറ്റ സംഖ്യയാണ്. ഫസ്റ്റത്തേന്റെ ഉത്തരം 6 ആയിരുന്നു, രണ്ടാമത്തേന്റെ ഉത്തരം 2. അപ്പൊ ഇങ്ങനെയും സംഭവിക്കാം. എപ്പോഴും ഒന്നിലധികം ഫാക്ടർ ഉണ്ടാകണമെന്നില്ല. ആകെ ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂങ്കിൽ പിന്നെ നിങ്ങൾ വേറെ അയ്യോ ഇതിനേക്കാൾ വലുത് 2 ചെറുതാണല്ലോ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട. അത് മാത്രമേ ഉള്ളൂ അതിന്. അപ്പൊ അതാണ് ഇതിന്റെ കോമൺ ഫാക്ടർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്? HCF എടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്കി നോക്കിയേ, ഇതേ നമ്പർ 8ന്റെയും 18, 8, 18 ഇതേ നമ്പറിന്റെ LCM എത്രയാ? 8ന്റെയും 18ന്റെയും ലഘുതമ സാധാരണ ഗുണിതം എത്രയാണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ്, ഗുണിതത്തിനെയാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. 8ലും 18ലും കോമൺ ആയിട്ട് വരുന്ന എന്ത്? മൾട്ടിപ്പിൾ, ഗുണിതം. ഗുണിതം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. LCM നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. LCM പഠിച്ചു. കുറെ LCM കണ്ടുപിടിക്കാൻ ചെറിയ ചെറിയ നമ്പറുകളുടെ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ച് പഠിച്ചു. അപ്പൊ നമ്മൾ കുറെ മെത്തേഡൊക്കെ പഠിച്ചു. അപ്പൊ വേഗം LCM പറഞ്ഞു. 8ന്റെയും 18ന്റെയും LCM. 8ന്റെയും 18ന്റെയും LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പറുകളുടെയും എന്തിൽ വരണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരണം. 8ന്റെയും 18ന്റെയും എന്ത് തുല്യമായി വരുന്ന മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. 8ന്റെയും 18ന്റെയും LCM. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. LCM ഓഫ് 8 and 18. വേഗം കണ്ടുപിടിച്ചോളോ. ഇതാരാണ് ആദ്യം ആൻസർ, കറക്റ്റ് ആൻസർ ഇടുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 8ന്റെയും 18ന്റെയും LCM. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി എളുപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. എന്ന് കാണുന്നുണ്ട് കുറെ പേര് പറഞ്ഞത്. എന്താണ് ഈ 2 2 2 2 എന്നൊക്കെ ഇടുന്നത്? ഞാൻ ചോദിക്കുന്നത് LCM ആണ്. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സൈഡിൽ എഴുതുന്ന ആ നമ്പറുകളല്ല, എല്ലാതും കൂടി കൂട്ടി അവസാനം കിട്ടുന്ന, അല്ലെ എല്ലാതും കൂടി പ്രൊഡക്റ്റ് എടുത്തിട്ട് അവസാനം കിട്ടുന്ന ഒരൊറ്റ സംഖ്യയാണ് LCM. ഒരൊറ്റ സംഖ്യയേ ഉള്ളൂ അത്. നിങ്ങൾ 2 2 2 2 എന്നിട്ടാൽ ഞാനത് 2222 എന്നാ വായിക്കുള്ളൂ. 2222 ആണോ ഇതിന്റെ LCM? അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് 2 2 2 2 അങ്ങനെ എഴുതി പോകുന്നതാണ് നിങ്ങൾ ഇവിടെ ഇടുന്നത്. അതല്ല LCM. അങ്ങനെയൊക്കെ എഴുതിയിട്ട് കോമൺ ആയിട്ട് വരുന്ന സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് LCM. കുറച്ച് പേര് 48 എന്നിട്ട് ഞാൻ കണ്ടു. 48 ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 18നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ നിങ്ങൾക്ക് 48 കിട്ടുന്നേ? 18നെ എത്ര കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. 18 into 2 എന്ന് പറയുമ്പോ തന്നെ നമുക്ക് 18 into 2 8 2 16 6 1 36 വരുന്നേ. 36ഉം 10ഉം 46. 18 into 2 36ഉം 18 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ 36ഉം 10ഉം 46 54ലേക്ക് പോകും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഓക്കെ. ഇപ്പൊ ഇവിടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ ആൻസർ കറക്റ്റ് ആയിട്ട്? 1 1 2
2 3 പേര് പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഇന്നിനി വീണ്ടും പറയില്ല, കാരണം ഇത് ഇന്ന് എടുത്തതല്ല, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് അല്ലേ? LCM ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. സോ ഇതൊരിക്കലും ഇത് വീണ്ടും ഇത് പറയാൻ നമുക്ക് സമയമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോ കണ്ടിട്ട് വേണം വരാൻ. ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിരുന്നില്ലേ? എന്താ പഠിക്കാതിരുന്നത്? നിങ്ങൾക്ക് സമയമില്ല കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയില്ല. അതിന് നമുക്ക് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം, അല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. ഒരാൾ ഫസ്റ്റത്തെ ഒരു ഒന്നോ രണ്ടോ പേര് എനിക്ക് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാണ് ഈ 2, 2, 2, 2, 2, അങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. LCM എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്. നിങ്ങൾ ഇങ്ങനെ 2 2 2 2 എന്ന് ഇടുന്നതാണോ LCM? അതൊരു നമ്പർ ആണോ? ഒരൊറ്റ നമ്പർ, ഒരൊറ്റ സംഖ്യ, അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് ആൻസർ ഇട്ട ആള് സാൽവിയ ആണ്. സാൽവിയ ഇട്ടത് 72. പിന്നെ ഇത് ഇട്ടത് ആദിദേവ്. രണ്ടുപേരുടെ പേരെ ഞാൻ പറയുള്ളൂ, സാൽവിയയും ആദിദേവും. സാൽവിയ അല്ല, ഇസായി ഹെറ എന്ന് പറയുന്നത്. യെസ്, സാൽവിയയാണ് ആദ്യം ഇതിന്റെ 72 എന്നിട്ടത്. പിന്നെ ഇത് ആദിദേവ് ഇട്ടിട്ടുണ്ട്, ആദിദേവ് വിജിസിജി. യെസ്, 18 ഇറ്റ്സെൽഫ് എങ്ങനെയാ വരുന്നേനോ? അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 8നെയും 18നെയും നമ്മൾ ഇങ്ങനെ എഴുതുക. എങ്ങനെ എഴുതുക? ഇതും കൂടി ആയിട്ട് ഞാൻ LCM കാണിച്ചു തരുള്ളൂ. 8ഉം 18ഉം നമ്മള് മറ്റേ ഡിവിഷൻ പഠിച്ചില്ലേ, ലോങ് ഡിവിഷൻ. 8ഉം 18ഉം കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ നമുക്ക് 2 തുടങ്ങാം അല്ലെ? 2 തുടങ്ങി. 8 ഡിവൈഡ് ബൈ 2 എത്രയാ? 4. 18 ഡിവൈഡ് ബൈ 2 9. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ ഈ 4 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 9നെ അങ്ങനെ തന്നെ എഴുതാം. ഇത് 2. 9നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 9നെ അങ്ങനെ തന്നെ എഴുതി. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. ഏതാ? വീണ്ടും ഇത് ചെയ്താൽ 1 അല്ലേ? ഇനി 9. ഇതിൽ നമുക്ക് 1നെ ഇനി ഘടകങ്ങളാക്കാനില്ല, അവസാനമായി. ഇനി 9നെ ചെയ്യുമ്പോൾ 3 കൊണ്ട് ചെയ്തു. 3 കൊണ്ട് ചെയ്തു. 1-ലൊരു മാറ്റവും ഇല്ല, 1 1 തന്നെ എഴുതുക. 9 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലേ? അപ്പൊ ഇനി വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും 1നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, സോ അവിടെ എഴുതി 1 ചെയ്തു. ഇവിടെ ഇപ്പൊ എത്ര വരിക? 1, ഇവിടെ 1. അപ്പൊ ഈ അവസാനം 1 1 വരുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അവസാനത്തെ സ്റ്റെപ്പില് 1 1 എന്ന് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് 2 നമ്പറിനെയും എപ്പോഴും ഒരുമിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതില് പോകുന്നത് ഏതാണോ അത് ചെയ്യുക. എന്നിട്ട് ഈ കിടക്കുന്ന ഈ സാധനങ്ങളൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. LCM, അതായത് ഇത് ഇവിടെയുള്ള ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1 അല്ലേ? ഇവിടെ 1 ആയതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ നോക്കണ്ട. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എത്രയാ? 72. അതാണ് LCM ഓഫ് 8 and 18. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തോളൂ. ഓരോന്നിനെയും ചെയ്യാം. 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ വരണേ? 4 2 1. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതിനെയാ വേണ്ടത്? 18നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴോ 2. നമുക്ക് എന്താ 9 വന്നു. 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ 3 വന്നു. 3നെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു, 1 വന്നു. അപ്പൊ നോക്കി ഇവിടെ എത്ര ഉണ്ട്? 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പൊ ഇത് 3ഉം എടുത്തു നമ്മൾ. 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നുള്ളത് എടുത്തു. ഇവിടെ നിന്ന് എന്തെടുത്തു? 2 ഇൻറ്റു 2. എന്തുകൊണ്ടാ? 2 കോമൺ അല്ലേ? 2 എന്ന് പറയുന്ന സംഖ്യ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും 3 വട്ടം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുത്താൽ മതി? അതില് എന്തെടുത്താൽ മതി? പെയറുകളാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ പെയറുകളാക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. പെയർ ആക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയും ഇവിടെയും കോമൺ ആയിട്ട് വരുന്ന സാധനം ഒരാഴ്ച എടുത്താൽ മതി. മനസ്സിലായോ? കോമൺ ആയിട്ട് വരുന്നത് ഒരു വട്ടം. ഇവിടത്തെ എത്ര വട്ടം കോമൺ ആയിട്ട് വരുന്നുണ്ട്? 2. ഒരു 2 ഇവിടെയും വരുന്നുണ്ട്, ഒരു 2 ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ആ 2 2കളിൽ നിന്ന് ഒരെണ്ണത്തിന് എടുക്കാം. മനസ്സിലായോ? അപ്പൊ ഞാൻ പെയർ ആക്കി എഴുതി കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. നോക്കി നോക്കിയേ, എന്താ വരാത്തെ? ഓക്കെ,
ഇറേസർ പെയർ ആക്കിയത് നിങ്ങളുടെ സംശയം അതിലിപ്പോ കുറെ 2 വന്നല്ലോ, ഇവിടെ കുറെ 2 വന്നല്ലോ, എങ്ങനെ എടുക്കും എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ നോക്കുക, ഈ ഇത് രണ്ടും ആട്ടോ ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൽ നിന്നും എങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇതാ ഒരു 2 വന്നു, ഇവിടെ നിന്നും ഒരു 2 വന്നു. അപ്പൊ രണ്ടും കോമൺ ആയതുകൊണ്ട് അതിന് ഞാൻ എന്താ ഇങ്ങനെ എഴുതി, രണ്ടും ഒരുമിച്ച് വന്നു, ഇതൊരു പെയർ. ഇനി 3ഉം 2ഉം അല്ലെ, മൾട്ടിപ്ലൈഡ് ബൈ 3 ഇൻറ്റു 2 അതൊരുമിച്ച്. ഇനി ഇവിടെ 3 ഇൻറ്റു 3 3 ഇൻറ്റു വീണ്ടും 2 ഒരുമിച്ച്. ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്താൽ മതി 2. ഇതിൽ രണ്ടും ഡിഫറെന്റ് സംഖ്യകളായതുകൊണ്ട് 2നെ എടുക്കണം, 3 ഇൻറ്റു 2. ഇതും ഡിഫറെന്റ് സംഖ്യകളായതുകൊണ്ട് 2നെ എടുക്കണം, 3 ഇൻറ്റു 2. അതാണ് നമ്മുടെ ഉത്തരം, 2 ഇൻറ്റു 3 ഇൻറ്റു 2 3 ഇൻറ്റു 2. മനസ്സിലായോ? അപ്പൊ ഒരേപോലത്തെ ഫാക്ടറുകൾ വന്നാൽ അത് ഒരെണ്ണം എടുത്താൽ മതി. രണ്ടിലും ഒരേപോലത്തെ വന്നാൽ അതിന്റെ അർത്ഥം ഇവിടെ 3ഉം ഒരുപോലെ വന്നു, അതിനെ ഒരെണ്ണത്തിന് എടുത്താൽ മതി എന്നല്ല, രണ്ടിലും ഒരുപോലെ വന്നാൽ അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ ഇപ്പോ? അപ്പോ 2 മെത്തേഡ് ഞാനിപ്പോ പറഞ്ഞു. എന്താണ് കോമൺ ഡിവിഷൻ മെത്തേഡും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉത്തരം 72 ആണ്. ക്ലിയർ ആണല്ലോ? പിന്നെ ഒരു ഒറ്റ സംഖ്യയുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴും 2 സംഖ്യകളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോമൺ മൾട്ടിപ്പിൾ, കോമൺ എന്ന് പറയുന്നത് എന്താ, കോമൺ ആയിട്ട് വരുന്നത്, തുല്യമായിട്ട് വരുന്നത്. ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതില് കോമൺ എന്ന് പറയുന്ന ഒരു ടേമിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിന്റെ കോമൺ മൾട്ടിപ്പിൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് HCFലേക്ക് കാര്യമായിട്ട് പോകാം. HCF നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി HCFന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം. ഇതാണ് HCFന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നോക്കൂ, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 140ന്റെയും 168ന്റെയും 224ന്റെയും ഈ 3 സംഖ്യകളുടെയും എന്താ ചെയ്യാൻ പോകുന്നത്, HCF ഉത്തമ സാധാരണ ഗുണിതം, ലീസ്റ്റ് കോമൺ അല്ല, വലിയത്, ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആണ് എടുക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ കോമൺ ഫാക്ടർ നോക്കിക്കോളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ ശ്രദ്ധിച്ച് കാണുക കേട്ടോ എല്ലാവരും. പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ 140നെ നോക്കാം. 140 എപ്പോഴും പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. പ്രൈം നമ്പറുകൾ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്ത് തുടങ്ങാൻ പാടുകയുള്ളൂ. 2, 3 2 കൊണ്ട് പറ്റുമോ നോക്കുക, പറ്റില്ലെങ്കിൽ 3 കൊണ്ട് പറ്റുമോ നോക്കുക, പറ്റില്ലെങ്കിൽ പിന്നെ 4 നോക്കേണ്ട കാര്യമില്ല. കാരണം 4 കൊണ്ട് പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ 2 കൊണ്ട് പറ്റില്ലേ? മനസ്സിലായോ? അപ്പൊ 2 നോക്കുക, 3 നോക്കുക, പിന്നെ 5. കാരണം 2, 3, 5 അങ്ങനെയാണ് പ്രൈം നമ്പറുകൾ പോകുന്നത്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70 എന്ന് ഉത്തരം കിട്ടി. ഇനി 70നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടിയേ? 35. 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവസാനിച്ചിരിക്കുന്നത് ഒരു ഓഡ് നമ്പറിലാണ്. അപ്പൊ നമ്മൾ കുറെ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊക്കെ ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു നമ്പർ കാണുമ്പോൾ തന്നെ ഓക്കെ, അവസാനിക്കുന്നത് ഓഡ് നമ്പർ ആണ്, 2 കൊണ്ട് പറ്റില്ല. പിന്നെ 3ന്റെ എന്തായിരുന്നു? 3ന്റെ നമുക്ക് കുറച്ചുണ്ടായിരുന്നു, 2 നമ്പറുകളും കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും പറ്റും. പക്ഷെ ഇവിടെ 8 ആണ് കിട്ടുന്നത്, പറ്റില്ല. സോ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 5 അവസാനിക്കുന്നത് 5ലല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എന്ത് വന്നു? 7 എന്ന് വന്നു അല്ലെ? 7 എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ 7 ഒരു പ്രൈം നമ്പർ ആണ്, വേറെ ഒരു സംഖ്യയില്ല, 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി? 1. ഇവിടെ ഈ 1 വരണത് വരെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് 140ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അടുത്ത നമ്പർ എത്രയാണ്? 168. അഗെയിൻ 8 അല്ലേ അവസാനിക്കുന്നേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 84. 16ൽ 2 8, പിന്നെ 8ൽ 4, 84 എന്ന് വന്നു. വീണ്ടും 84നെ ചെയ്യാൻ പറ്റുമല്ലോ 2 കൊണ്ട്, ചെയ്തു. 4, 2 എന്ന് വന്നു. വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21 എന്നാ കിട്ടുന്നത്.
21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓഡ് നമ്പർ ആണ് അവസാനിക്കുന്നത്. 3 കൊണ്ട് ചെയ്യാം അല്ലെ? 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 കിട്ടി. വീണ്ടും 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. ദാ 1 കിട്ടി. അപ്പൊ നമുക്കത് അവിടെ അവസാനിപ്പിച്ചു. അടുത്തത് 224 ഗെയിൻ 2 കൊണ്ട് ചെയ്യാം. ഇത്ര കിട്ടുന്നത് 112. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 56. വീണ്ടും 2 കൊണ്ട് ചെയ്യാലോ? ഈവൺ നമ്പർ അല്ലേ അവസാനിക്കുന്നേ? എഴുതി. 28 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. അപ്പൊ അതേ വന്നു. 1 വരെ വന്നു അല്ലെ? ഇത്രയുമാണ് അപ്പൊ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇതിന്റെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറുകളാണ് നമുക്ക് ഇനി ഇതിൽ കിട്ടേണ്ടത്. 140നെ നമുക്കപ്പൊ എങ്ങനെ എഴുതാം? 140 എന്ന് പറയുന്നത് 2 ഇൻറ്റു ഈ സംഭവങ്ങളെയൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 അതാണ് 140. ഇനി ഇതില് 168 എന്ന് പറയുന്ന ആളാരാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7 അല്ലേ? ഈ സൈഡിൽ കിടക്കുന്ന എല്ലാവരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 224 ഞാൻ അപ്പുറത്ത് എഴുതാണേ. നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് 224 അപ്പുറത്താണ് എഴുതുന്നത്. ശ്രദ്ധിച്ചു നോക്കണേ. 224 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 7 എത്ര? 2 1 2 3 4 5 1 2 3 4 5 5 രണ്ടുകൾ. ഇനി നിങ്ങൾ നോക്കി നോക്കേ. ഇതില് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് നോക്കുക. ഇവിടെ ദാ 2 ഉണ്ട്, ഒരു 5 ഉണ്ട്, ഒരു 7 ഉണ്ട്. ഇവിടെ നോക്കിയേ 3 2 ഉണ്ട്, ഒരു 3 ഉണ്ട്. നമ്മളപ്പോ LCM-ല് കണ്ടുപിടിക്കേണ്ടതും ഇതില് കണ്ടുപിടിക്കേണ്ടതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. LCM-ല് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും ഇപ്പോ ഇതിലും 2 ഇതിലും 2 ഒരേപോലെ വന്നെങ്കിൽ ഒരു 2നെ എടുക്കുക. ഇതിലും 3 ഇതിലും 2 എന്ന് പറഞ്ഞാൽ 3നെയും 2നെയും എടുക്കുക. ഒരെണ്ണത്തിൽ 3 മറ്റേതിൽ വീണ്ടും 2 വന്നു, ആ 3നെയും 2നെയും വീണ്ടും എടുക്കണം. മനസ്സിലായോ? അത് LCM എന്ന് പറയുന്നത് രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിളിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരേപോലെ വരുന്നത് 2 ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഇതില് ഏറ്റവും വലിയ കോമൺ ഫാക്ടറിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, അപ്പോ ഈ 3 എണ്ണത്തിന്റെയും ഘടകങ്ങളില് ഒരേപോലെ വരുന്ന മൾട്ടിപ്പിൾസിനെ എല്ലാത്തിനെയും നമ്മൾ എടുക്കണം. ഒന്നിനെ ഒഴിവാക്കുകയല്ല ചെയ്യണ്ടേ, ഒരേപോലെ വരുന്ന സാധനങ്ങളെയൊക്കെ എടുക്കുക. കാണിച്ചു തരാം. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയൊക്കെ. ഇവിടെ 2 2 വന്നിട്ടുണ്ട്, പിന്നെ ഒരു 7 വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു 5 ഉണ്ട്. അടുത്തത് നോക്കിയേ, 2 2 ഇവിടെ ഉണ്ട്, 2 times 2 ഉണ്ട്, പിന്നെ 7 ഉണ്ട് അല്ലെ? ഇവിടെ നോക്കി നോക്കിയേ, 2 times 2 ഇവിടെ ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ ഇതല്ലേ കോമൺ ആയിട്ട് വരുന്ന ആള്? 2 ഇൻറ്റു 2 ഇൻറ്റു 7ഉം 2 ഇൻറ്റു 2 ഇൻറ്റു 7 ഇവിടെ ഉണ്ട്, 2 ഇൻറ്റു 2 ഇൻറ്റു 7 ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 3 പ്രൈം ഫാക്ടറൈസേഷൻ 3 ഘടകങ്ങളാക്കുന്നതിലും 2 times 2 times 7 എന്ന് പറയുന്നതാണ് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ആള്. പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 5 ആണ്. അത് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒരു 3 വരുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ 2 വരുന്നുണ്ട്. ഇവിടെയും 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 ഇനി 2 വരികയാണെങ്കിൽ നമുക്ക് ആ 2നെയും കൂടി എടുക്കായിരുന്നു. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. പക്ഷെ ആ 2നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഇവിടെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെയും കൂടെ കൺസിഡർ ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന ഘടകം എന്ന് പറയുന്നത് ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 7, 2 ഇൻറ്റു 2 ഇൻറ്റു 7, 2 ഇൻറ്റു 2 ഇൻറ്റു 7. അതാണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. 2 ഇൻറ്റു 2 ഇൻറ്റു 7. ഉത്തരം 28. മനസ്സിലായോ? അപ്പൊ അതാണ് കറക്റ്റ്. സാൽവിയ പറഞ്ഞിട്ടുണ്ട് 28. വേറെ ആരും പറഞ്ഞിട്ടില്ല. സാൽവിയ മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 28 കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മനസ്സിലായോ? അപ്പൊ 2ഉം 7ഉം മാത്രമല്ല, അവിടെ 2 തവണ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എല്ലായിടത്തും തുല്യമായി വരുന്നുണ്ട് അല്ലെ? അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 7ന് നമ്മൾ എല്ലാത്തിൽ നിന്നും തുല്യമായിട്ട് വരുന്ന ആൾക്കാരെ കൂടി എടുത്തു, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? HCF കിട്ടി. നേരത്തെ എങ്ങനെയായിരുന്നു?
നേരത്തെ എല്ലാത്തിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ഒരുപോലെ വരുന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക. ഒരുപോലെ ഒന്നും വരുന്നില്ലെങ്കിൽ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് LCM. ഒരുപോലെ രണ്ടിനും ഒരേപോലത്തെ ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിന് എടുത്താൽ മതി. ഇവിടെയും 2 തന്നെയാണ് ഫാക്ടർ, ഇവിടെയും 2 തന്നെയാണ് ഫാക്ടർ എങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണത്തിന് എടുക്കുക. ബാക്കി എല്ലാ ആൾക്കാരെയും അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം LCM കണ്ടുപിടിക്കാൻ. HCF ആവുമ്പോൾ കോമൺ ആയി വരുന്ന ആൾക്കാരെ മാത്രം എടുക്കുക. അതാണ് ഡിഫറൻസ്. മറ്റേതില് LCMല് കോമൺ ആയി വരുന്ന ആൾക്കാരെ ഒഴിവാക്കുക, എന്നിട്ട് കോമൺ അല്ലാത്ത ആൾക്കാരെ എടുക്കുക. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം എടുക്കുക, ബാക്കി ആൾക്കാരെ ഒഴിവാക്കുക. അതാണ് HCF. ഇത് എന്ത് മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. ഞാനിത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ. ഇനി അടുത്ത മെത്തേഡ് ഡിവിഷൻ മെത്തേഡ്. അപ്പൊ അടുത്ത മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ തന്നെ അടുത്ത മെത്തേഡാണ് ഡിവിഷൻ മെത്തേഡ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഡിവിഷൻ മെത്തേഡ് പോലെ അല്ല, വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നേരത്തെ ചെയ്ത പോലത്തെ ഡിവിഷൻ മെത്തേഡ് അല്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതില് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ 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 ശ്രദ്ധിച്ചിരുന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഡിവിഷൻ മെത്തേഡ് 2 സ്റ്റെപ്പ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്ത ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 3 നമ്പറുകളെ അങ്ങോട്ട് എഴുതി ഒരു ഡിവൈഡ് ചെയ്തു, ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ കോമൺ ആയിട്ട് അല്ലാതെ വരുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തു. അത്രയാണ് നമ്മൾ നേരത്തെ ഡിവിഷൻ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഗ്രേറ്റർ നമ്പർ, നമുക്ക് 2 നമ്പറുകളായിരിക്കും കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. 2 നമ്പറുകളെയാണ് തന്നിട്ടുള്ളതെങ്കിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 2 നമ്പറുകളുടെ HCF കാണാനാണ് നമ്മൾ പോണേ. ഇതില് എന്തായാലും ഒരു നമ്പർ വലുതും ഒരു നമ്പർ ചെറുതും ആവുമല്ലോ. അങ്ങനെയാണല്ലോ 2 നമ്പർ. ഇതില് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് റിമൈൻഡർ 0 കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഇല്ല, വെറുതെ ഡിവൈഡ് ചെയ്യാം. ഏതാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേൾക്കുക. തന്നിട്ടുള്ള HCF കാണാൻ തന്നിട്ടുള്ള 2 സംഖ്യകളിൽ ഒന്നിനെ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേറെ മെസ്സേജസ് ഒന്നും വരണ്ട. ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇടണോ? അതാണ് സംഭവിക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ഗ്രൂപ്പിലേക്ക് വരും. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 2 സംഖ്യകളിൽ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും, ഒരു റിമൈൻഡറും കിട്ടും അല്ലെ, ഒരു ശിഷ്ടവും കിട്ടും. ഒരു ഉത്തരം കിട്ടും, പിന്നെന്താ കിട്ടുക? ഒരു ശിഷ്ടം കിട്ടും. ഇനി നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത ആ ചെറിയ സംഖ്യയെ ഈ ശിഷ്ടം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ വീണ്ടും പറയില്ല കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും. വേറെ ഇതിന്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ ഇത് കിട്ടില്ല. ഒരു വട്ടം കൂടെ പറയാണ്. 2 സംഖ്യകളെ എന്ത് തന്നിട്ടുണ്ട്? 2 സംഖ്യകളുടെ HCF ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിലൊരു സംഖ്യ വലുതും ഒരു സംഖ്യ ചെറുതുമാണ്. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതില് ഒരു ശിഷ്ടം കിട്ടും. അതിലൊരു ശിഷ്ടം, ഒരു ശിഷ്ടം എന്ന് പറയുന്നത് റിമൈൻഡർ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത ചെറിയ സംഖ്യയെ, നേരത്തെ ഒരു സംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ ചെറിയ സംഖ്യ കൊണ്ട്, 2 നമ്പറുകളിൽ ചെറുത് കൊണ്ടാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്തത്. ആ ചെറിയ സംഖ്യനെ ഇപ്പൊ കിട്ടിയ റിമൈൻഡർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു റിമൈൻഡർ കിട്ടും. ഇനി തൊട്ട് മുന്നേ ചെയ്ത ഡിവൈസറിനെ വീണ്ടും ഈ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഉത്തരം. കൺഫ്യൂസിങ് ആണ് അല്ലേ? ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞത് ഞാൻ വെറുതെ 145 എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് മനസ്സിലാവില്ല. ഇതാണ് സ്റ്റെപ്പ്. 2 സംഖ്യകൾ, വലിയ സംഖ്യനെ ചെറുത് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു റിമൈൻഡർ കിട്ടി. നേരത്തെ ഡിവൈഡ് ചെയ്ത ആ ചെറിയ സംഖ്യനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, വീണ്ടും റിമൈൻഡർ കിട്ടി, വീണ്ടും ആ സംഖ്യനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 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 പോണം.
ഓക്കെ, അപ്പോ നമുക്ക് അതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് തന്നിട്ടുള്ള രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് 45ഉം 108ഉമാണ്. 45ന്റെയും 108ന്റെയും എന്ത് കണ്ടുപിടിക്കേണ്ടത്? HCF കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് വലിയ സംഖ്യ ഏതാ? 108 ആണ് അല്ലേ? 108 വലുത്. അപ്പൊ 108നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 108നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 45 + 45 എന്നുള്ളത് 90 ആണ്. 90 കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും 45 അതിലില്ല. അപ്പൊ 2 45 ആണ് ഇതിലുള്ളത്. 2 45 90. മനസ്സിലായല്ലോ? ഇതിലെ കുറച്ച് എഴുതി 18 എന്ന് കിട്ടിയതാണ് റിമൈൻഡർ. ഇനി ഞാൻ എന്താ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ്? ഇവിടെ ചെയ്ത ഈ ഡിവൈസറിനെ ഭാഗം ചെയ്യുന്ന സംഖ്യനെ ഇവിടെ കിട്ടിയ ഈ റിമൈൻഡർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ വരുന്നേ? 45നെ വീണ്ടും ഈ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര 18 ഉണ്ട്? 2 18 തന്നെയുള്ള. 2 18 36. വീണ്ടും എത്ര റിമൈൻഡർ കിട്ടുന്നേ? 9 അല്ലേ? 9 എന്ന് റിമൈൻഡർ കിട്ടി. ഇനി എന്താ വീണ്ടും ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ തൊട്ടു മുന്നേ ഡിവൈഡ് ചെയ്ത ഈ സംഖ്യനെ ഇപ്പൊ കിട്ടിയ ഈ റിമൈൻഡർ കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യണം. സോ എന്താ? 18 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞ എന്താണ്? 2 18 0. അപ്പോ റിമൈൻഡർ 0 കിട്ടുന്നത്, ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട സ്റ്റെപ്പ്. റിമൈൻഡർ 0 കിട്ടുന്നത് ഏത് ഡിവൈസർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ഇതാണ് നമ്മുടെ HCF. റിമൈൻഡർ 0 കിട്ടുന്നത് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ ആ നമ്പർ ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് റിമൈൻഡർ എന്നുള്ളത് ശിഷ്ടം 0 കിട്ടിയത്. മനസ്സിലാണല്ലോ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ശിഷ്ടം എന്നുള്ളത് 0 കിട്ടിയത്. അപ്പോൾ 9 ആണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ഒരു വട്ടം കൂടി പെട്ടെന്ന് സ്റ്റെപ്പ് പറയാം. ഫസ്റ്റ് 108ഉം 45ഉം ആണ് നമ്മുടെ ചോദ്യം. 108 45 എന്നുള്ളതിൽ 108 ആണ് വലിയ സംഖ്യ. 108നെ ചെറിയ സംഖ്യ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്കിവിടെ 2 തവണയാണ് 45 108ൽ ഉള്ളത്. 90 ആണ് ഉത്തരം വരുന്നത്. അതിലപ്പോ റിമൈൻഡർ എന്ന് പറയുന്നത്, ശിഷ്ടം എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് കിട്ടി? 18 കിട്ടി. ഇനി ഈ ശിഷ്ടം കിട്ടിയ ഈ സംഖ്യ കൊണ്ട് നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്ത ഈ ചെറിയ സംഖ്യേനെ, ഇവിടെ കിടക്കുന്ന ഈ ആളെ ഡിവൈസറിനെ എന്ത് ചെയ്യണം? വീണ്ടും ഡിവൈഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പ്. എവിടാ സ്റ്റെപ്പ്? അതാണ് ഈ സ്റ്റെപ്പ്. നമ്മുടെ ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈസറിനെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ വീണ്ടും 9 എന്ന് റിമൈൻഡർ കിട്ടി. അപ്പൊ പിന്നെ ഇതാണെന്നു അല്ലെ? 18 ആണ് നമ്മുടെ ഡിവൈസർ ആയത്. ഇനി വീണ്ടും ഈ ഡിവൈസറിനെ 18നെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതാ നമുക്ക് ഉത്തരം 0. ഇവിടെ 0 കിട്ടുന്നത് ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ അതാണ് നമ്മുടെ HCF ഉത്തരം. HCF എന്ന് പറയുന്നത് അപ്പോൾ 9 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളപ്പോ ഞാനിപ്പോ സ്റ്റെപ്പ് തന്നെ ഞാനൊരു 3 വട്ടം ആദ്യം പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്തപ്പോ ഒരു വട്ടം പറഞ്ഞു, വീണ്ടും ഒരു വട്ടം പറഞ്ഞു. അപ്പൊ അത് 5 വട്ടം ഞാൻ പറയണു. ഇനി ക്ലിയർ ആവാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ അല്ലെ? വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ മെത്തേഡ്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? 9 കൊണ്ട് ചെയ്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത് അല്ലെ? അപ്പൊ 9 ആണ് അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു സാധനം കൂടി ഉണ്ട്. ഓക്കെ, അടുത്തൊരു സാധനം ഇപ്പൊ പറഞ്ഞാൽ തീരുവോ? നോക്കാം, എന്നാലും ഒന്ന് പറഞ്ഞു തുടങ്ങാല്ലേ നമുക്ക്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഈ മെത്തേഡുകളാണ്. ഇനി നമുക്ക്
റേഷണൽ നമ്പറുകളുടെ ഈ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പറുകളുടെ LCM HCF എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് 6, 5, 4 അതിന്റെ LCM, 10, 2, 3 ഇതിന്റെ LCM, അങ്ങനെ ഹോൾ നമ്പറുകളുടെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യം തന്നെ 2/3, 4/3 ഇതിന്റെ രണ്ടിന്റെ LCM എത്രയാ എന്നാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതാണ് അവിടെ തന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു നമ്പർ തന്നു നിങ്ങൾക്ക് 2/3. നിങ്ങളുടെ തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 2/3 ആണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ LCM of 2/3 and 3/9. ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചോ. എന്താണ്? 2/3ന്റെയും 3/9ന്റെയും LCM. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച സംഭവത്തിൽ നമുക്ക് 6ന്റെയും 5ന്റെയും അങ്ങനെ ഹോൾ നമ്പറുകളുടെയാണ് LCM നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചത് അല്ലെ? ഹോൾ നമ്പറുകളുടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രാക്ഷന്റെ LCM കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ HCF ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അയ്യോ എന്താ ചെയ്യാ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ഫ്രാക്ഷന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ന്യൂമറേറ്ററുകളുടെ LCM കണ്ടുപിടിക്കുക, ഡിനോമിനേറ്ററുകളുടെ HCF കണ്ടുപിടിക്കുക. ഈ ന്യൂമറേറ്ററുകളുടെ LCMഉം ഡിനോമിനേറ്ററുകളുടെ HCFഉം കണ്ടുപിടിച്ചാൽ അത് ആ കിട്ടുന്ന ഉത്തരം ടോട്ടൽ ആ ഫ്രാക്ഷന്റെ LCM ആയിരിക്കും. കൺഫ്യൂസിംഗ് ആണ്, എനിക്കറിയാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രണ്ട് റേഷണൽ നമ്പറുകളുടെ അല്ലെങ്കിൽ രണ്ട് ഭിന്നകങ്ങളുടെ LCM ലസാഗു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇതും നിങ്ങൾ മറ്റേ ലസാഗു കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റേ ആഡ് ചെയ്യാൻ വേണ്ടി ലസാഗു കണ്ടുപിടിച്ചതും തമ്മിൽ കുഴപ്പിക്കരുത്. ഇത് വേറെ അത് വേറെ. ആഡ് ചെയ്യാൻ വേണ്ടി ലസാഗു കണ്ടുപിടിച്ചത് നമ്മൾ എന്തിനായിരുന്നു? ഡിനോമിനേറ്ററിനെ ഛേദത്തിന് തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്തത്. ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ട് ഫ്രാക്ഷണൽ നമ്പറുകളുടെ മൊത്തത്തിൽ LCM, രണ്ട് ഫ്രാക്ഷണൽ നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അംശത്തിന്റെ LCMഉം ഛേദത്തിന്റെ എന്തും HCFഉം കണ്ടുപിടിച്ചാൽ അതാണ് ടോട്ടലി കിട്ടുന്ന ഉത്തരമാണ് എന്ത്? റേഷണൽ നമ്പറിന്റെ LCM. ഇനി HCF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നേരെ തിരിച്ച് ചെയ്യാ. ന്യൂമറേറ്ററിന്റെ HCFഉം ഡിനോമിനേറ്ററിന്റെ LCMഉം കണ്ടുപിടിക്കുക. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. നേരെ തിരിച്ച് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ. ഞാനൊരു ഉദാഹരണം ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ തന്നിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ 2/3ഉം 3/9. രണ്ടിന്റെയും മൂന്നിന്റെയും LCM എത്രയാണ്? ഇവിടുത്തെ ന്യൂമറേറ്ററുകൾ എന്ന് പറയുന്നത്, അംശങ്ങൾ എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ് അല്ലെ? LCM ഓഫ് 2ഉം 3ഉം എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ LCM കണ്ടുപിടിച്ചു. ഇനി ഡിനോമിനേറ്ററുകൾ എന്ന് പറയുന്നത് 3ഉം 9ഉം ആണ്. അതിന്റെ എന്താ കണ്ടുപിടിക്കണ്ടേ? HCF. HCF ഓഫ് 3ഉം 9ഉം എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 6/3, അതായത് 6/3 ചെയ്ത് 2. അതാണ് നമ്മുടെ ഈ ഫ്രാക്ഷന്റെ മൊത്തത്തിലുള്ള LCM 2 ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത്. അതായത് ന്യൂമറേറ്ററിന്റെ മൊത്തത്തിൽ ഒരു ഫ്രാക്ഷന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ന്യൂമറേറ്റർ ആയിട്ട് കിടക്കുന്ന സംഖ്യകളുടെ, സംഖ്യ ഒരെണ്ണല്ലല്ലോ, സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കുക? LCMഉം. എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ ചെയ്യേണ്ടത് LCMലാണ്. LCM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണമെങ്കിൽ ന്യൂമറേറ്ററിന്റെയാണ് LCM കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തന്നെ ഡിനോമിനേറ്ററിന്റെയും എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. ഇനി മൊത്തത്തിലുള്ള ഫ്രാക്ഷന്റെ HCF ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ന്യൂമറേറ്ററിന്റെ HCFഉം ഡിനോമിനേറ്ററിന്റെ LCMഉം കണ്ടുപിടിക്കുക.
നിങ്ങൾക്ക് ക്ലിയർ ആവാത്തത് നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോഴും LCM ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നത് മറ്റേ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപോലെ ആക്കിയില്ലേ, അതിലേക്കാണ് നിങ്ങൾ ഇപ്പോഴും ചിന്ത പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല ഞാനിവിടെ പറയുന്നത്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. എന്താണ് നമ്മൾ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ 2 ഫൈൻഡ് ദ LCM ഓഫ് 2 and 3. അപ്പൊ നമ്മൾ നേരെ കണ്ടുപിടിച്ചു 6 ആണ്. പക്ഷേ ഈ 2 and 3ക്ക് പകരം നമുക്ക് ചോദിച്ചേക്കണ 2/3ന്റെയും 3/9ന്റെയും LCM എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ, കാരണം ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ ആണ് അല്ലേ? ഫ്രാക്ഷണൽ നമ്പർ ആണ്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷനും ഡിവിഷൻ മെത്തേഡും ഒന്നും നമുക്ക് ഇവിടെ ചെയ്തിട്ട് 2/3ന്റെയും 3/9ന്റെയും LCM കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്ററുകളെ തമ്മിൽ എടുക്കുക. ന്യൂമറേറ്റർ എടുത്തു 2/3, 2ഉം 3ഉം. ഡിനോമിനേറ്ററുകൾ എടുത്തു 3ഉം 9ഉം. ഇതിന്റെ LCM കണ്ടുപിടിക്കുക. ഇതിന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ഇതിന്റെ എന്താ കണ്ടുപിടിക്കണ്ടേ? HCF കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. എന്നിട്ട് ഇതിനെ രണ്ടിനെയും വീണ്ടും ഫ്രാക്ഷൻ ആക്കി എഴുതുക. അതാണ് നമ്മുടെ ഉത്തരം. 2 6/3 എന്ന് എഴുതി. 6/3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് അത് 2 വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മള് ഫ്രാക്ഷന്റെ LCM കണ്ടുപിടിക്കുക. ഇനി നീ തിരിച്ചാണ് ചോദിച്ചതെങ്കിലോ? തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നോക്കി നോക്കൂ. ഈ 2/3ന്റെയും ഫൈൻഡ് ദ HCF ഓഫ് 2/3, 3, 9, 9 എങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിലോ? മുകളിൽ കിടക്കുന്ന ആൾക്കാരുടെ എന്ത് കണ്ടുപിടിക്കുക? HCF. 2ന്റെയും 3ന്റെയും HCF കണ്ടുപിടിക്കുക. 2നും 3നും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആക്ച്വലി ഇല്ല. നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം. 6 ഇവിടെ 6 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോറി. 6ന്റെയും 3ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാ? 3 അല്ലേ? 3 ആണ്. കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്. 3ന്റെയും 9ന്റെയും അപ്പൊ ഡിനോമിനേറ്ററിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM എത്രയാ? 9 ആണ് അല്ലേ? അപ്പൊ ഉത്തരം എത്ര വരുന്നത്? ഉത്തരം വരുന്നത് 3/9. ഓക്കെ, അപ്പൊ ഒരു ഫ്രാക്ഷന്റെ മൊത്തത്തില് മനസ്സിലാക്കുക. ഒരു ഫ്രാക്ഷന്റെ മൊത്തത്തിലുള്ള LCM കാണാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററുകളായിട്ടുള്ള അംശങ്ങളായി വന്നിട്ടുള്ള നമ്പറുകളുടെ LCM കണ്ടുപിടിച്ചു, അത് ന്യൂമറേറ്ററിൽ എഴുതി. ഡിനോമിനേറ്റർ ഛേദങ്ങളായി വന്നിട്ടുള്ള സംഖ്യകളുടെ HCF കണ്ടുപിടിച്ചു, അത് ഡിനോമിനേറ്ററിൽ എഴുതി. അത്രേ ഉള്ളൂ. അതാണ് മൊത്തത്തിലുള്ള ആ ഫ്രാക്ഷന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലെസ് ആകൂ. ഇനി മൊത്തത്തിലുള്ള ഫ്രാക്ഷനിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അംശങ്ങളുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉസാഗുവും ഛേദങ്ങളുടെ ലസാഗുവും കണ്ടുപിടിച്ച് അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് എഴുതുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു വട്ടം കൂടെ പറയാം, വേഗം ശ്രദ്ധിച്ചോളൂ. ഒരു മൊത്തത്തിലുള്ള ഫ്രാക്ഷന്റെ ലസാഗു കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അംശത്തിന്റെ ലസാഗുവും അംശങ്ങളുടെ ലസാഗുവും ഛേദങ്ങളുടെ ഉസാഗുവും കണ്ടുപിടിച്ചിട്ട് ലസാഗുവും ഉസാഗുവും ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ലസാഗു അംശവും ഉസാഗു ഛേദവുമായിട്ട് എഴുതി. ഇനി ഒരു മൊത്തത്തിലുള്ള ഫ്രാക്ഷന്റെ HCF ഉസാഗു കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നേരെ തിരിച്ച് ചെയ്യുക. ന്യൂമറേറ്ററുകളുടെ ഉസാഗുവും ഡിനോമിനേറ്ററുകളുടെ ലസാഗുവും കണ്ടുപിടിച്ച് ഉസാഗുവും ലസാഗുവും അംശവും ഛേദവുമായിട്ട് എഴുതി. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ലസാഗു ഉസാഗു. അവിടെ ഒരു ഉദാഹരണം കിടക്കുന്നുണ്ട്. ഓക്കെ, 3/8ന്റെയും 5/12ന്റെയും 9/16ന്റെയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആരുടെ ഇപ്പൊ എന്താ ചോദിച്ചേക്കണേ? LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, LCM ഓഫ് 3ന്റെയും 5ന്റെയും 9ന്റെയും LCM അതാണിത്. ന്യൂമറേറ്ററിൽ എന്താ ചെയ്യേണ്ടത്? LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ അംശത്തിൽ 3ന്റെയും 5ന്റെയും 9ന്റെയും LCM എങ്ങനെയാ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? എഴുതി 3, 5, 9 അങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലസാഗു കിട്ടും 45. ഇനി LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിനോമിനേറ്ററിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഫ്രാക്ഷന്റെ
LCM കണ്ടുപിടിക്കണമെങ്കിലും HCF കണ്ടുപിടിക്കണമെങ്കിലും രണ്ടും ചെയ്യണം അല്ലേ? അപ്പൊ നോക്കിയേ 8ന്റെയും 12ന്റെയും 16ന്റെയും കോമൺ ആയിട്ട് വരുന്ന ഹയസ്റ്റ് ഫാക്ടർ 4. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 45/4. ഇനി HCF ആണ് മൊത്തത്തിൽ ഇതിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ന്യൂമറേറ്ററിന്റെ എന്ത് HCF 3, 5, 9. HCF വേറെ ഒന്നുമില്ല ഒന്നല്ലാതെ. 2നും 3നും അതെ. 2നും 3നും ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും കോമൺ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് അതിന്റെ HCF എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ഇവിടത്തെ 3നും 5നും 9നും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യയും ഇല്ല ഒന്നല്ലാതെ. അപ്പൊ 1. അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1. ഇനി ഇതിന്റെ LCM എന്ന് പറയുന്നത് 48. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ LCMഉം HCFഉം കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അത് അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലായില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ അവസാനം മിസ്സേ 27 ആയി 25 ആയി എന്ന് പറഞ്ഞു വന്നേക്കാണോ? നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ ഞാൻ വീണ്ടും പറയുന്നത്. സാരമില്ല കേട്ടോ, കുറച്ച് സമയം പൊക്കോട്ടെ. മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ക്ലാസ് അവസാനിപ്പിക്കണം അല്ലേ? അതെങ്ങനെയാ ചെയ്യുക? മനസ്സിലാവണ്ടേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ അവസാനിപ്പിച്ച് പുതിയ ചാപ്റ്റർ തുടങ്ങും. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പുതിയ ചാപ്റ്റർ തുടങ്ങും. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ 4, 4.5 ചാപ്റ്റർ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പൊ ഹാർട്സ് ഒക്കെ വേഗം വന്നോട്ടെ. അപ്പൊ ഞാൻ ക്ലാസ് നിർത്താം. ഹാർട്സ് ഒക്കെ വേഗം വന്നോട്ടെ. നിങ്ങൾക്ക് ഈ സമയം പറയാനാണ് ഭയങ്കര തിരക്ക് അല്ലേ? നാളെ നിങ്ങൾക്ക് വേറെ ക്ലാസ്, മാത്സ് അല്ല വേറെ ക്ലാസ്. ഓക്കെ. അപ്പൊ ഹാർട്സ് ഒക്കെ വരട്ടെ. ഹാർട്സ് വന്നാൽ ഞാൻ ഇപ്പൊ നിർത്തും. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഹാർട്സ് ഒന്നും കാണാനില്ലല്ലോ. ആർക്കൊന്നും മനസ്സിലായില്ലേ? എവിടെ? വരുന്നുണ്ട്. ഹാർട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവരും മറ്റേത് 63 പേരുണ്ടായിട്ട് 1, 2, 3 പേർക്കാണോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ? 3 പേർക്കാണോ ആകെ അത് മനസ്സിലായിട്ടുള്ളൂ? ഞാൻ അടുത്ത ദിവസം ചോദ്യം ചോദിക്കും കേട്ടോ ഈ ഭാഗത്തുനിന്ന്. അപ്പൊ പഠിച്ചിട്ട് വരണം. ചോദ്യം ചോദിക്കും. ഒട്ടുത്തരം പറയാത്ത ആൾക്കാരുടെ പേര് ഞാൻ ഗ്രൂപ്പിലിടും. അപ്പൊ പഠിച്ചിട്ട് വന്നാൽ മതി എല്ലാവരും. ഓക്കെ. അപ്പൊ ഹാർട്സ് ഒക്കെ വന്നു. അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. നെക്സ്റ്റ് വീക്ക് ഇനി നമുക്ക് സൺഡേക്കാണ് അടുത്ത ക്ലാസ്. അതിന് മുന്നേ വീഡിയോ വരുമെന്ന് അറിയില്ല. ബട്ട് ഞാൻ നോട്ട്സ് ഇടാൻ ശ്രമിക്കാം. അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരെയും അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ.